പെഹൽഗാം ഭീകരർക്ക് കുടപിടിച്ച CPM MLA ഗൗതം അനന്തനാരായണൻ ചെയ്ത വിവരങ്ങളുമായി. ഗൗതം, ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നത് ഏറ്റവും സങ്കടകരവും അതേസമയം തന്നെ പ്രതിഷേധാർഹവുമാണ്. എന്താണ് നിയമസഭയിൽ ഉണ്ടായത്? വീണ, പഹൽഗാമിലെ ഈ ഭീകരാക്രമണത്തിന് ശേഷം ഭീകരർക്കെതിരായ വലിയ വികാരം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. 140 കോടി ജനങ്ങളും ഈ ഭീകരർക്ക് ശക്തമായ ശിക്ഷ നൽകണമെന്നും പാകിസ്ഥാനെതിരെ സൈനികമായി തന്നെ നീക്കം വേണമെന്നുമുള്ള വികാരം നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും രൂപപ്പെടുന്ന ഈ ഘട്ടത്തിലാണ് ചില വ്യത്യസ്തമായ ശബ്ദങ്ങൾ പ്രത്യേകിച്ച് നിയമസഭയ്ക്കകത്ത് പോലും നമ്മൾ കേൾക്കുന്നത്. ജമ്മു കാശ്മീർ നിയമസഭയിൽ സംസാരിക്കുമ്പോഴാണ് ഈ CPMന്റെ MLA യൂസഫ് തരിഗാമി ഇത്തരത്തിൽ ഭീകരർക്കെതിരെയുള്ള സൈന്യത്തിൻ്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ യൂസഫ് തരിഗാമി പറയുന്നത് ഈ ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്തിയ നടപടി തെറ്റാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സൈന്യവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ പ്രാദേശിക ഭരണകൂടവും ചേർന്നുകൊണ്ട് ഏതാണ്ട് 7 ഭീകരരുടെ വീടുകൾ ഇതിനകം തകർത്തിരുന്നു. ഈ തകർക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ വീടുകൾ പൊട്ടിത്തെറിക്കുന്നത്, കാരണം അതിനകത്ത് സ്ഫോടക ശേഖരമൊക്കെ ഈ ഭീകരർ വെച്ചിരുന്നതിനാൽ ഈ വീട് പൊട്ടിത്തെറിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ വളരെയധികം വൈറലായി പോകുന്നുണ്ട്. മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ ഇത് ഷെയർ ചെയ്യുകയും ഒക്കെയാണ്. കാരണം ഇത്തരം ഭീകരർക്കും അവരെ സഹായിക്കുന്നവർക്കുമുള്ള ശിക്ഷ ഇതാകും ഭാവിയിലും എന്ന സന്ദേശം നൽകുന്നതാണ് ഇത്തരം വീഡിയോകളും അല്ലെങ്കിൽ ഇത്തരം നടപടികളും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ CPMന്റെ ജമ്മു കാശ്മീരിലെ ഏക MLA യൂസഫ് തരിഗാമി പറയുന്നത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് തെറ്റാണ്, ഇങ്ങനെ വീടുകളോ അല്ലെങ്കിൽ സ്വത്തുക്കളോ നശിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മാത്രമല്ല, യൂസഫ് തരിഗാമി പറഞ്ഞു വെക്കുന്നത് ഭീകരവാദത്തിന് മതമില്ല എന്ന അഭിപ്രായം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട് ഈ ഇസ്ലാമിക ഭീകരവാദികളെ വെള്ളപൂശാൻ ഇറങ്ങുന്ന ആളുകൾ മുഴുവൻ ഇപ്പോൾ പറയുന്ന ഒരു വാക്കാണ് ഈ ഭീകരവാദത്തിന് മതമില്ല എന്നുള്ളത്. കാരണം ഇസ്ലാമിക ഭീകര സംഘടനകളാണ് ഇത് ചെയ്തത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. മാത്രമല്ല, മതം ചോദിച്ചും കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടും ഒക്കെ തന്നെയാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്ന് ദൃക്സാക്ഷികളും ഈ ഭീകരാക്രമണത്തിന് ഇരകളായവരും തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ ഭീകരവാദികളെ വെള്ളപൂശാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ സ്ഥിരമായി പറയുന്ന ഒരു പദപ്രയോഗം ഭീകരവാദത്തിന് മതമില്ല എന്നുള്ളതാണ്. എന്തായാലും ജമ്മു കാശ്മീർ നിയമസഭയിൽ തന്നെ ഇദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. ഈ വീടുകൾ ഇടിച്ചു നിരത്തേണ്ടതില്ല, അത്തരം നടപടികളല്ല എടുക്കേണ്ടത് എന്നൊക്കെയുള്ള ന്യായീകരിക്കുന്ന പ്രതികരണമാണ് തരിഗാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകരർക്ക് മതമില്ല എന്ന് പറയുന്നതിലൂടെ ഇസ്ലാമിക ഭീകരവാദത്തെ നിങ്ങളാരും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന സന്ദേശം കൂടിയാണ് ഇദ്ദേഹം ജമ്മു കാശ്മീർ നിയമസഭയിൽ നടത്തിയിരിക്കുന്നത്. മുൻപും യൂസഫ് തരിഗാമി ഈ രീതിയിൽ ഭീകരശക്തികളെയും ജമ്മു കാശ്മീരിലെ വിഘടനവാദികളെയും പിന്തുണയ്ക്കുന്ന സമീപനം എടുത്തിട്ടുള്ള നേതാവാണ്. ഇദ്ദേഹം കുൽഗാമിൽ നിന്നുള്ള CPMന്റെ MLA ആണ്. വർഷങ്ങളായി തന്നെ കുൽഗാമിൽ നിന്നും വിജയിച്ചു വരുന്നുണ്ട്. കാരണം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ വോട്ട് ബാങ്ക് കൊണ്ടാണ് ഇദ്ദേഹം വിജയിച്ചു വരുന്നത്. അതിനാൽ ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കണം എന്നുള്ളത് കൊണ്ടാകാം ഇപ്പോൾ ഈ തീവ്രവാദികളുടെ വീട് ഇടിച്ചു നിരത്തിയതിനെ വരെ പച്ചയ്ക്ക് നിന്ന് നിയമസഭയ്ക്കകത്ത് ഈ MLA ന്യായീകരിക്കുകയാണ്. വീണ. ഓക്കെ, ശരി ഗൗതം. പെഹൽഗാം ഭീകരർക്ക് കുടപിടിക്കുകയാണ് CPM MLA.